കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അറിഞ്ഞേ കൂടാ എവിടെ രാഹുൽ ഗാന്ധി ഇന്ന്. എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ചയെ കണക്ക് ഒരാൾ നടപ്പുണ്ട്. ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ? ബോവനമോളി ടോംസിന്റെ ബോവനമോളി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ബോവനമോളി. അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം, എല്ലാ ചതുരത്തിനകത്തും ബോവനമോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി ചാടാണ്. പൂച്ച ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതാണ്, എണീറ്റൊക്കെ നിൽക്കും ചിലപ്പോൾ ടോംസിന്റെ വരപ്പിൽ. ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞു, ഞാൻ ഇനി പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് അസഭ്യമാവേണ്ട, പൂച്ച എന്ന് വിളിക്കാം. പൂച്ചയാകുമ്പോൾ വലിയ അപകടമില്ല. അപ്പൊ ഈ പൂച്ച എല്ലായിടത്തും കാണാം. പക്ഷെ ഇന്ന് വരെ ആയിരക്കണക്കിന് ബോവനമോളി നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പൂച്ച ഇന്ന് വരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പൂച്ച ചട്ടി കയറി മീൻ എടുത്തേക്കും എന്ന് ബോവനമോളിയുടെ അമ്മച്ചി പറയും. എടാ ചട്ടി അടച്ചു വീടാ, പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം. ശ്രദ്ധിക്കണം, അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തും കണ്ടുകൂടെ? ആലപ്പുഴയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ? ബോവന്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര നടത്തി. കാശ്മീരിൽ ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിഞ്ഞ് കളിച്ചേച്ചു പോന്നു. കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് മിണ്ടിയില്ല. അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മിണ്ടിയില്ല. അത് എടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല. ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിന്റെ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ. അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. പകരം ഇവരെല്ലാം കൂടെ ഐസ് കട്ട ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മഞ്ഞുരുക്കിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ ഈ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ മോനും പോയിരുന്നു ചെരുപ്പിടാതെ. എന്തോ ഒരു അന്യായം എന്ന് ആലോചിച്ച് നോക്കി. ഈ ചെരുപ്പിടാതെ ഈ താരട്ട റോഡിൽ കൂടെ നടന്നു പോയിട്ടോ അങ്ങ് എന്നപ്പം ഈ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം BJP ചേർന്നു. കാരണം നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തും. അപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്ദാബാദ് നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം എന്ന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നു. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു. കാരണം BJPക്ക് ആന്നേ ഉള്ളൂ, കോൺഗ്രസിനല്ല കേട്ടോ. കിഴക്കുന്ന് പടിഞ്ഞാറോട്ടൊരു വരെ വന്നു. മഹാരാഷ്ട്ര വന്നപ്പം എല്ലാവരും BJP ചേർന്നു. പിന്നെ ആരുമില്ല, സ്വീകരിക്കാൻ പോലും ആളില്ല, അവരെല്ലാം ചേർത്ത് കൊടുത്ത്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും. അങ്ങ് കിഴക്ക് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര BJPക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു, ആളെ കൂട്ടിക്കൊടുക്കാൻ. കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി BJP ചേരാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ? ഇനി മരിച്ചുപോയതോ മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ, മോനെ ബഹളം വേണ്ട, ഇല്ല അവരെവിടെ നോട്ടെ, അവരെന്തോട്ടെ, കുഴപ്പമില്ല, അവരെ വന്നോട്ടെ, കുഴപ്പമില്ല, ഒന്നും പറയില്ലേ, ഒന്നും പറയില്ല. ഇല്ല നമുക്ക് കേൾക്കാമല്ല, സൗണ്ട് കേൾക്കാം. ഞാൻ സ്പീക്കർ എടുത്തിരിക്കും, സൗണ്ട് കേൾക്കാം. പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവരവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല മോനെ, അവിടെ സമാധാനപ്പെടും. ഇത് കേൾക്കാമല്ല, അത് കഴിഞ്ഞ് ഞാൻ അങ്ങടുത്തോട്ട് വരാം, നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം. ധൈര്യമായിട്ടിരി. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇങ്ങനെ ബഹളം ഉണ്ടാക്കി അതിന്റെ ശ്രദ്ധ പോകും കേട്ടോ. ഇപ്പൊ എവിടെ നിർത്തിയെന്ന് മറന്നുപോയി. എന്തോ പറഞ്ഞോണ്ടിരുന്നേ മറന്നുപോയല്ലോ. യാത്ര പോയി, ഇദ്ദേഹം യാത്ര പോയിട്ട് മഞ്ഞൊക്കെ ഉരുട്ടി എറിഞ്ഞ് തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ എന്താ, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും BJP ചേർന്ന് കഴിഞ്ഞു. പിന്നെ മരിച്ചുപോയവരുടെയും മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി. കാരണം ലീഡർ മരിച്ചു, ലീഡറുടെ മകള് ചേർന്നു. ആന്റണി സാർ തിരുവനന്തപുരത്തുണ്ട്, മരിച്ചില്ല എന്നേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ മകനും ചേർന്നു. ഇപ്പൊ പത്തനംതിട്ടയുള്ള കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും 2-3 വട്ടം മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമൊക്കെ ആയ ശ്രീ AK ആന്റണിക്ക് വോട്ട് ചെയ്യണോ, ആന്റോ ആന്റണിക്ക് വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം.